ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കോട്ടിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പോക്കറ്റ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്ച്ച് കഴിയാം. ആ കോട്ടിൻ്റെ ഫ്രണ്ട് വശമാണ് എടുത്ത് വെച്ചേക്കണത്. അവിടെ നിന്ന് 6 ഇഞ്ച് മുകളിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കണം. പിന്നെ ഇതാ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കണേ. ഇത് ഒരു 14 ഇഞ്ചാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു പേപ്പർ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് തയ്ക്കാവുന്നതാണ് വേണമെങ്കിൽ. പക്ഷെ ഇത് നല്ല കട്ടിയുള്ള തുണിയാണ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വീതിക്ക് അതെടുക്കാം. പിന്നെ ഇത് ഒരു 4.5 ഇഞ്ചാണ് നമ്മളെ പോക്കറ്റിന്റെ വീതി. മേളിൽ നിന്ന് ഈ തുണിയിൽ ഒരു 2 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. അതാ നമ്മളിവിടെ 6 ഇഞ്ച് വരച്ചേക്കുന്ന ആ ലൈനിൽ നമ്മൾ കോട്ടിന്റെ ഫ്രണ്ട് ഇങ്ങനെ മടക്കുമല്ലോ, മടക്കുന്നിടത്തുനിന്ന് ഒരു 2 ഇഞ്ച് മാറി വേണം ഈ കോട്ട് ഈ പോക്കറ്റ് വെക്കാനായിട്ട്. അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാറി നമ്മൾ പോക്കറ്റ് വയ്ക്കണം. അവിടെ നിന്ന് അങ്ങോട്ടാണ് വയ്ക്കാനുള്ളത്. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇതിൽ വെച്ചിട്ട് ആ ലൈനിൽ നമ്മൾ ആ വരച്ചേക്കണ ലൈനിലും ആ മാർക്ക് ചെയ്തേക്കണേലും കറക്റ്റാക്കി വെച്ചിട്ട് ലൈനിൽ അങ്ങനെ കറക്റ്റാക്കി വെക്കണം. എന്നിട്ട് 2 സൈഡിൽ വരെ പിൻ ചെയ്ത് വെക്കുക. ഇത് നമ്മൾ കോട്ട് മടക്കി വെച്ചേക്കണ അങ്ങ് നൂത്തിടുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടിയിലോട്ട് അടി വീഴും. ഒരു 2 സൈഡിലേക്ക് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പോക്കറ്റ് തയ്ച്ച് കഴിയാൻ പറ്റും. സാധാരണ നമ്മൾ പോക്കറ്റ് എല്ലാവരും തയ്ക്കുന്ന കണ്ടിട്ടുള്ളത് 2 പീസ് കട്ട് ചെയ്ത് ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്ക്. ഇത് അങ്ങനെയല്ല, നമുക്ക് ഒറ്റ പീസിൽ തന്നെ ഇത് തയ്ച്ചെടുക്കാം. 4 സൈഡ് നമ്മളത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ആ സെൻറ്റർ പിടിച്ചൊന്ന് കട്ട് ചെയ്യണം കുറച്ച്. എന്നിട്ട് ഇനി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മൂലയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്യണം. തയ്യൽ തുമ്പി തയ്ച്ച് വെച്ചേക്കണമെങ്കിൽ കൊള്ളാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ പുറത്തൂടെ ജസ്റ്റ് ഒരു തയ്യൽ തയ്ക്കുക. അത്രയും ഭാഗം നമ്മളെ പോക്കറ്റിന് മാർക്ക് ചെയ്ത് അത്രയും ഭാഗം 2 സൈഡും തയ്ക്കുക. രണ്ട് സൈഡും അത്രയും ഭാഗം തയ്ച്ച് വെക്കണം. ഇനി ഇത് നമുക്ക് അകത്തോട്ട് പിടിച്ചിടാം. നല്ല വശത്ത് വെച്ചാണ് നമ്മൾ തയ്ച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇത് അകത്തോട്ട് പിടിച്ചിട്ട് അതവിടെ നിന്ന് മറിച്ച് വയ്ക്കും. ഇതാ കണ്ടോ, നിവർത്തി വയ്ക്കുക. ഇനി ഈ മേളിൽ നിന്ന് വേണമെങ്കിലും മടക്കാം. ചിലർ 2 സൈഡിലും മടക്ക് വയ്ക്കും. നമുക്കത് വേണ്ട, ഒരു സൈഡിൽ മതി. ഇതാ നമ്മൾ ആ കട്ട് ചെയ്ത ഒരു കോണുണ്ടല്ലോ, അത് ഈ വെളിയിൽ നമ്മൾ എടുത്തിട്ട് അതൊന്ന് തയ്ക്കുക. ആ കോണ് മാത്രം ഒന്ന് തയ്ക്കുക. 2 സൈഡിലും ആ കോണ് മാത്രം ഒന്ന് തയ്ക്കണം കേട്ടോ. 2 സൈഡിൽ ആ കോണ് മാത്രം, അത് അത്രയും ഭാഗം നമ്മൾ തയ്ച്ച് 2 സൈഡിൽ അതുപോലെ തയ്ക്കണം കേട്ടോ. ഇതാ കണ്ടോ, അത് അവിടെ അത്ര ഭാഗം അങ്ങനെ തയ്ക്കണം. നമ്മൾ ആ കട്ട് ചെയ്ത് അകത്തോട്ട് വിട്ട ആ കോണാണത്, അത് അത്രയും ഭാഗം അങ്ങനെ തയ്ക്കണം. അത് തയ്ച്ചു കഴിഞ്ഞു. ഇതാ അത് നമ്മൾ തയ്ച്ച് ക്ലിയർ ചെയ്ത് ചുളുക്കൊന്നും വരാതെ അത് നമ്മൾ തയ്ക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആ താഴോട്ട് ഇട്ടേക്കുന്ന ആ തുണി ഒരു കുറച്ച് മടക്കി ഇതാ ഇതിൽ ഇതിൻ്റെ ഫുള്ള് വെക്കരുത്, ഒരു 1/4 ഭാഗം മടക്കി ഇങ്ങനെ വെക്കുക. ആ ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഭാഗത്ത് 1/4 ഭാഗം മടക്കി വെച്ചിട്ട്
നമ്മളൊരു മുട്ടുപിന്ന് കുത്തി വെക്കണം, അല്ലെങ്കിൽ അത് നമ്മളിപ്പുറം തിരിക്കുമ്പോൾ അങ്ങോട്ട് പോകും. നമ്മൾ ആ മുട്ടുപിന്ന് കുത്തി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങെടുക്കണം. ഇതാ കണ്ടോ, അത്രയും ഭാഗം നമ്മൾ ആ മുട്ടുപിന്ന് കുത്തി വെച്ചിടണം. അത് മടക്കി ഇതിലേക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം വെച്ചാൽ, ഒരു 1/4 ഭാഗത്തോളം വെച്ചാൽ അത് ഫുള്ളായിട്ട് വെക്കണ്ട. കറക്റ്റ് ചെയ്ത് അങ്ങനെ അത് വെച്ചിട്ട് ആ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് പതിച്ച് തയ്ക്കണം. അടിയിലൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട്, അടിയിലൊരു പ്ലീറ്റ് പോലെ വരും നമ്മൾ മേളിൽ ആ പിടിച്ച് വെച്ചേക്കുന്ന പീസ്, അതെല്ലാം നോക്കി കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ ഒന്ന് പതിച്ചടിക്കണം. അത് ചുളുക്കൊന്നും വരാതെ 4 ചുറ്റാകെ ഒന്ന് പതിച്ചടിക്കണം. അത് നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്ക് ഈ വെച്ചേക്കണ 14 ഇഞ്ചിലൊരു പീസ് വെച്ചില്ലേ, അതിൽ ഒരു പേപ്പർ ക്യാൻവാസ് വെച്ച് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി കിട്ടും. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പാൻ പീസാണ്, അതുകൊണ്ടാണ് ഇതിൽ ക്യാൻവാസ് ഒന്നും വെക്കാത്തത്. 4 ചുറ്റാകെ നമ്മൾ തയ്ച്ചെടുത്ത് കണ്ടോ. ഇനി നമുക്കിവിടെ ഒരു പ്ലീറ്റ് പോലെ വന്നിട്ട് അതൊന്ന് തയ്ക്കാം. 2 സൈഡിലും ഒന്ന് തയ്ക്കാം. ഇനി നമുക്ക് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ 4 ചുറ്റാകെ തയ്ച്ചിട്ട് നമുക്ക് ലോക്ക് ഉള്ളവർക്ക് ലോക്ക് ചെയ്യാം. 4 ചുറ്റാകെ തയ്ച്ചിട്ട് ലോക്ക് ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ മറിച്ച് തയ്ക്കണം. ഒരു സൈഡ് മറിച്ച് തയ്ക്കണം. ലോക്ക് ഉള്ളവർക്കാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചിട്ട് അതങ്ങ് ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് എളുപ്പമാണ്, അതാകുമ്പോൾ വളരെ എളുപ്പമാണ്. മറിച്ച് തയ്ക്കേണ്ട. ഇത് ഞാൻ ലോക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി മറിച്ച് തയ്ക്കുന്നത് കാണിക്കുന്നു കേട്ടോ. 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് തയ്ക്കണം. അപ്പൊ അത് നല്ല നീറ്റായിട്ടിരിക്കും. നമ്മൾ മറിച്ച് തയ്ക്കുമ്പോഴത്തേക്ക് നല്ല നീറ്റായിരിക്കും. അത് നമ്മൾ മറിച്ച് തയ്ക്കുകയാണ്. മറിച്ച് തയ്ച്ചിട്ട് ഇനി ഇത് നമ്മൾ മറിച്ചിടുകയാണ്. ഇതിനകത്ത് വെച്ചേക്കുന്ന ഇത് നമ്മൾ മറിച്ചിടുന്നു കണ്ടോ. മറിച്ചിടുമ്പോഴത്തേക്ക് അത് നല്ല ഭംഗിക്ക് അങ്ങനെ ഒരു നീറ്റായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ ഇനി ഇതിന്റെ മുകൾ ഭാഗം ജസ്റ്റ് ഇങ്ങനെ മടക്കുക. അത് ലോക്ക് ഉള്ളവർക്കാണെങ്കിൽ അത് അവിടെ തയ്ച്ചിട്ട് നമുക്ക് അത് ലോക്ക് അടിച്ചാൽ മതി. ലോക്ക് ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതിന്റെ ചുറ്റിനും ഒന്ന് തയ്ക്കുക. മടക്കി ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തയ്ക്കുക. ഇങ്ങനെ മടക്കി നമുക്കിത് തയ്ക്കാം. അപ്പം നമ്മൾ അത് മറിച്ചിട്ടേക്കാണ്. അപ്പം നമുക്കത് ഫുള്ളായിട്ട് ഒരു തയ്യലും കൂടെ തയ്ക്കാം. പോക്കറ്റല്ലേ, പെട്ടെന്ന് കീറിപ്പോകാൻ ചാൻസ് ഉള്ളതായതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ തയ്ക്കാം. മറ്റേ ഒരു തയ്യലിലാണ് നമ്മൾ മറിച്ചിട്ടത്. തയ്ച്ചു. ഇനി നമുക്ക് ഇവിടെ ഈ മുകൾ ഭാഗത്ത് ഒരു തയ്യൽ തയ്ക്കാം. കണ്ടോ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോക്കറ്റ്. ഇതിലൊരു പേനയൊക്കെ ഇങ്ങനെ എടുത്തിടാം. നമ്മൾ പേന ഇടുക പെൻസിലിടുക ഇതൊക്കെയാണ് ഈ സ്കൂൾ കുട്ടികളുടെ കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു. ഇതാണ് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്ച്ച് കഴിയാൻ പറ്റുന്നതാണ് ഈ കോട്ട്. ഓക്കെ.